തൃശൂർ നെല്ലങ്കരയിൽ പോലീസ് ജീപ്പുകളും പോലീസുകാരെയും ആക്രമിച്ച പ്രദേശത്തിന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോയുടെ പേരിട്ടു. ഇളങ്കോ നഗർ എന്നെഴുതിയ ബോർഡ് സ്ഥാപിച്ചു. അന്ന് കമ്മീഷണർ ഇളങ്കോ പറഞ്ഞ വാക്കുകൾ വലിയ ചർച്ചയായിരുന്നു. ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം. ഒരു 6 ഗുണ്ടകൾ 7 ഗുണ്ടകൾ ഗുണ്ടകളപ്പോൾ പ്രവർത്തിച്ചു, പോലീസിനപ്പോൾ പ്രവർത്തിച്ചു. അത്രയേ ഉള്ളൂ. താങ്ക് യു. ആരോടും പറയാം. ഇതാണ് അന്ന് ഇളങ്കോ പറഞ്ഞത്. കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം രാവിലെ ബോർഡ് നീക്കം ചെയ്തിട്ടുമുണ്ട്. ജെയ്സൺ ചാമുളപ്പിൽ സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ജെയ്സൺ ചാമുളപ്പിൽ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ പ്രഭാതത്തിൽ ഞായറാഴ്ച രാവിലെ ഒരു പേരൊക്കെയായ സ്ഥലത്താണ് നിൽക്കുന്നത്. ആ പേരിട്ട സ്ഥലത്തെ പേരിന്റെ ബോർഡൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ നാട്ടുകാർ അങ്ങനെ തന്നെ ആയിരിക്കും വിളിക്കുക, അല്ലേ? വെരി ഗുഡ് മോർണിംഗ് സുജയ. ഞാൻ നിൽക്കുന്നത് ഒരേ സമയം പോലീസിനെ ഭയപ്പെടുത്തുകയും അതേസമയം തന്നെ പോലീസ് ആത്മവിശ്വാസം വീണ്ടെടുക്കുകയും ചെയ്ത ഒരു സ്ഥലത്താണ്. ആ സ്ഥലത്തിൻ്റെ പേരാണ് തൃശ്ശൂർ ജില്ലയിലെ നെല്ലങ്കര എന്ന പ്രദേശം. ആ നെല്ലങ്കരയിൽ കഴിഞ്ഞ 27-ാം തീയതിയാണ് പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് 3 പോലീസ് ജീപ്പുകൾ അടിച്ചു തകർക്കുന്ന സ്ഥിതിയുണ്ടായി. ആ 6ഓളം പോലീസുകാർക്ക് പരിക്കേൽക്കുന്ന അവസ്ഥയുണ്ടായി. 6 ഗുണ്ടകളെ പിടികൂടി പോലീസ്. പിന്നീട് പോലീസ് പുറത്തുവിട്ട ചിത്രങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു എന്തായിരുന്നു അവിടെ സംഭവിച്ചത്. ആ കാണുന്ന വീട്ടിലെ താമസക്കാരായ 2 യുവാക്കളാണ് ഈ അക്രമത്തിന് നേതൃത്വം നൽകിയത്. അവർ ഇപ്പോൾ ആ വീട്ടിൽ നിന്നൊക്കെ ഒഴിപ്പിച്ചു. പോലീസ് ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇപ്പോൾ അവർ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടില്ല. അവർ ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുകയാണ്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസ് പുറത്തുവിട്ട ചിത്രങ്ങൾ എന്താണ് ഇവിടെ പോലീസിന് ആത്മവിശ്വാസം തിരിച്ച് ലഭിക്കാൻ ഇടയാക്കിയത് എന്നതിന് ഏറ്റവും വ്യക്തതയായിരുന്നു. ഈ പ്രദേശം മുഴുവൻ സമാധാനപരമായ ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഇവിടെ അശാന്തിയുടെ വിത്ത് വിതച്ച ഒരു 6 യുവാക്കൾ, 6 ഗുണ്ടകളെ പോലീസ് കൈകാര്യം ചെയ്തു എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന് ഇളങ്കോ നഗർ എന്ന പേരിടാൻ ഈ പ്രദേശവാസികൾ തീരുമാനിച്ചു. ഇതറിഞ്ഞ ഇന്നലെ ഉച്ചയോടുകൂടി ഇത് സ്ഥാപിച്ചു. ഇവിടെയാണ് സ്ഥാപിച്ചത്. ഇപ്പോൾ നാം ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്താണ് ഈ സ്ഥാപിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങൾ നാം വിൻഡോയിലും കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് സ്ഥാപിച്ചത്. അതിനുശേഷം ഇക്കാര്യം ഇളങ്കോ അറിഞ്ഞു. അതായത് സിറ്റി പോലീസ് കമ്മീഷണർ അറിഞ്ഞു. ആ സിറ്റി പോലീസ് കമ്മീഷണർ അപ്പോൾ തന്നെ മണ്ണുത്തി പോലീസിനോട് നിർദ്ദേശിച്ചു, അത്തരം ഒരു ബോർഡ് അവിടെ വേണ്ട, എൻ്റെ പേരിൽ ഒരു ബോർഡ് വേണ്ട. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നാട്ടുകാർ ഇവിടെ ആ ഭയം, അതായത് പോലീസ് എങ്ങനെ നിങ്ങൾ ഗുണ്ടായിസം ഇവിടെ കാണിച്ചാൽ പോലീസ് എങ്ങനെ ഇടപെടുമെന്ന് വ്യക്തമായ സന്ദേശം നൽകാൻ കൂടിയായിരിക്കണം ഒരു പക്ഷേ ഇത്തരം ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചത്. ഈ പ്രദേശത്തിൻ്റെ സ്ഥല ഉടമകളാണ് ഇവിടെ ബോർഡ് സ്ഥാപിച്ചതെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ നാട്ടുകാരൻ തന്നെ ശരിയാണ്. ഈ ബോർഡ് സ്ഥാപിച്ചത് ചേട്ടൻ അറിഞ്ഞിരുന്നു ഇവിടെ? ഇല്ല, ഇത് ആരാ സ്ഥാപിച്ചതെന്ന് ആരും അറിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ ഇവരൊക്കെ നല്ല സമാധാനം തന്നെയായിരുന്നു. പക്ഷെ ഇവര് ഇവിടെ വാടകയ്ക്ക് വന്ന് ഇങ്ങനൊരു സംഭവം വാടകയ്ക്ക് വന്നു. അത് റെയിൽവേ ജോലിക്കാരന്റെ വീടാണ്. അത് വാടകയ്ക്ക് കൊടുത്ത് പോയതാ. പക്ഷെ ഇങ്ങനൊരു സംഭവം ഇവിടെ വരുന്ന ആരും വിചാരിച്ചിട്ടില്ലല്ലോ. ഭീകരമായ സംവിധാനമായിരുന്നില്ല. ഇങ്ങനൊരു സംഭവം വന്ന കാരണം ഇപ്പൊ ഒന്നുകൂടി സൈലന്റ് ആയി. കുറച്ചൊരു ശാന്തത വന്നല്ലോ സത്യത്തില്. സംഭവം ഇവിടെ വന്ന കാരണമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അല്ലെങ്കിൽ ഇവിടെ ഇത്രയും സൈലന്റ് ഏരിയ നല്ല ഇതായിരുന്നു. അതെ സുജയ. ഇപ്പൊ സമാധാനമായി. ആ സമാധാനത്തിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക, ഗുണ്ടകളിൽ എത്തിക്കുക. മേലാക്ക് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇവിടെ ഇറങ്ങരുത് എന്ന സന്ദേശം. അതുകൊണ്ടാണ് ഇളങ്കോയുടെ പേര്. ഇളങ്കോയുടെ സ്റ്റേറ്റ്മെന്റ് നാം നേരത്തെ കാണിച്ചിരുന്നു. ഞാനാണ് അദ്ദേഹത്തോട് അത് ചോദിച്ചത്, എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്. ഇപ്പോൾ അങ്ങനെ ഒറ്റ വാചകത്തിൽ പറഞ്ഞു, 6 ഗുണ്ടകളെ പോലെ പ്രവർത്തിച്ചു, പോലീസിനെ പോലെ പ്രവർത്തിച്ചു. അടുത്ത ചോദ്യം ചോദിക്കുമ്പോഴേക്ക് മൈക്ക് തട്ടിമാറ്റി പോവുകയായിരുന്നു. അന്ന് പോലീസിനുണ്ടായ സമ്മർദ്ദം ചെറുതായിരുന്നില്ല. 3 പോലീസ് ജീപ്പുകൾ പൂർണ്ണമായും തകർക്കുന്നു. ആദ്യം ഒരു പോലീസ് ജീപ്പ് പോലീസുകാർ ഉൾപ്പെടെ വന്നു. ആ പോലീസുകാരെയും പോലീസ് ജീപ്പും തകർക്കുകയും പോലീസുകാരെ തുരത്തി ഓടിപ്പിച്ചു. പിന്നെ 2ാമത്തെ ജീപ്പ് വന്നു, 2ാമത്തെയും തുരത്തി, 3 വന്നു. അതിനുശേഷമാണ് ഈ 6 ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ ഒരാൾ കൊലക്കേസ് പ്രതിയാണ്, മറ്റുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അവരെ ബോക്സറൊക്കെയാണ് അന്നത്തെ കേസുകളിൽ പ്രതികൾ ഒരാൾ. അതുകൊണ്ട് പോലീസിന് ആ തുടക്കത്തിൽ അവർ കുറച്ച് കൈകാര്യം ചെയ്തു. പക്ഷേ പിന്നീട് പോലീസ് നന്നായിട്ട് കൈകാര്യം ചെയ്തു. അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. രണ്ടാമത്തെ സെക്കൻഡ് ഹാഫിലേക്ക് വന്ന് ക്ലൈമാക്സിലേക്ക് വന്നപ്പോഴേക്കും ഇളങ്കോ ഹീറോ ആയി, അല്ലേ ജെയ്സൺ? അതെ, ആ ഇളങ്കോയുടെ പേര് ഇവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ഇനിയെങ്കിലും ഇവിടെ ഒരു ഭയം ഒഴിവായി സമാധാനപൂർവ്വം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇളങ്കോയുടെ ബോർഡ് സ്ഥാപിച്ചത്. പക്ഷേ ഇളങ്കോ അതറിഞ്ഞു. ഇളങ്കോ പോലീസിനോട് പറഞ്ഞു, ഇത് ഒഴിവാക്കാൻ പറഞ്ഞു. ഇന്ന് രാവിലെ എത്തിയപ്പോൾ അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയ നിലയിലാണ്. ഓക്കെ, എന്തായാലും ആ നാട്ടുകാർക്ക് ആ ഒരു ഉദ്യോഗസ്ഥനോടൊക്കെ സ്നേഹം തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ തിരിച്ച് ജനങ്ങൾക്ക് മൈത്രി തോന്നി. അതുകൊണ്ടാണ് അവർ ആ ബോർഡ് വെച്ചത്. അപ്പോൾ താങ്ക് യു ജെയ്സൺ ചാമുളപ്പിൽ.